പുത്തൂർ പഞ്ചായത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള കർഷകരെ ആദരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു കുട്ടി കർഷകനെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. എന്നാൽ ആ കുട്ടി കർഷകൻ ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ആ സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജനെ ഏൽപ്പിച്ചു. ആ കുട്ടി കർഷകൻ്റെ ആ ചെറിയ കൃഷിയിടമൊന്ന് നമുക്ക് പരിചയപ്പെടാം. നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥി കർഷകരുടെ ഗോവർദ്ധൻ പറയുന്നത് അദ്ദേഹത്തിന് അവാർഡിനോട് ലഭ്യമായിട്ടുള്ള ഈ സംഖ്യ വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായിട്ട് നൽകുകയാണ്. കുട്ടികളൊക്കെ മനസ്സിൽ ധരിക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കർഷകർക്ക് എന്താ പണിനെ എന്തിനാ നടന്ന പയറ് ഇതിലേക്ക് പത്താൻ ഇന്ന് ചിങ്ങം ഒന്നാണല്ലോ. പുത്തൂർ പഞ്ചായത്തിൻ്റെ വിദ്യാർത്ഥികൾക്കുള്ള കൃഷിയുടെ അവാർഡ് കിട്ടിയല്ലോ. ആ അവാർഡ് കിട്ടിയതിൽ മോൻ്റെ അഭിപ്രായം എന്താ? വിദ്യാർത്ഥികളൊക്കെ കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കണമെന്നൊരു അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. എത്രയല്ല പഠിക്കണേ? 4 സ്കൂളിലാ? 4 മണി. രാവിലെയോ? രാവിലെ 6:00 കുറച്ച് ചെയ്യും. അപ്പോൾ ഈ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പഠിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് കൃഷി ചെയ്യുന്നത് അല്ലേ? പിന്നെ ഇത്തിരി ചാണപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഇട്ട് ചെയ്തു. പിന്നെ ഇതിന്റെ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം അവിടെ തല മുറിച്ചതിന് പല കൊമ്പുകളായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എൻ്റെ പേര് ഗോവർദ്ധൻ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡോൺ ബോസ്കോ സ്കൂൾ, മണ്ണുത്തി.